ഒരു മഞ്ഞുകാലത്ത് ലോകപ്രശസ്തനായ എഴുത്തുകാരൻ ലിയോ ടോൾസ്റ്റോയ് റഷ്യയിലെ യസ്നായ പോളിയാന എന്ന ഗ്രാമത്തിലൂടെ നടന്നു പോവുകയായിരുന്നു. കൊടും തണുപ്പുള്ള ആ സായാഹ്നത്തിൽ വിശന്നു വലഞ്ഞ് കീറിപ്പറഞ്ഞ് വസ്ത്രം ധരിച്ചൊരു യാചകൻ ടോൾസ്റ്റോയുടെ മുന്നിലേക്ക് കൈനീട്ടി. എന്നിട്ട് അയാൾ കെഞ്ചിക്കൊണ്ട് ചോദിച്ചു, എന്തെങ്കിലും നൽകണേ, ദിവസങ്ങളായി പട്ടിണിയിലാണ്. ടോൾസ്റ്റോയ് ഉടൻ തന്നെ തന്റെ കീശയിൽ കൈയിട്ടു. നിർഭാഗ്യവശാൽ അന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ പണമോ ഭക്ഷണമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കൊടുക്കാൻ ഒന്നുമില്ലല്ലോ എന്നോർത്ത് വളരെയധികം വിഷമിച്ചു. എങ്കിലും അദ്ദേഹത്തിനെ ഉപേക്ഷിച്ചിട്ട് പോകുവാൻ ടോൾസ്റ്റോയ്ക്കായില്ല. ഉടൻ തന്നെ തൻ്റെ രണ്ട് കൈകളും അയാളുടെ കൈകളിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നിട്ട് തോളിൽ കൈയിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, സഹോദര, എന്നോട് ക്ഷമിക്കണം. നിനക്കിപ്പോൾ നൽകാൻ എൻ്റെ കയ്യിൽ ഭക്ഷണമോ പണമോ ഒന്നും തന്നെ ഇല്ല. ആ വാക്ക് കേട്ടതും യാചകന്റെ കണ്ണു നിറഞ്ഞു. തനിക്ക് ഭക്ഷണം ലഭിച്ചില്ല എങ്കിലും അദ്ദേഹത്തിന്റെ മുഖത്ത് വലിയൊരു സംതൃപ്തി വിരിഞ്ഞിരുന്നു. അദ്ദേഹം ടോൾസ്റ്റോയോട് പറഞ്ഞു, മറ്റുള്ളവരെല്ലാം എന്നെ ആട്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ എന്നെ ചേർത്ത് പിടിച്ചിട്ട് സഹോദര എന്ന് വിളിച്ചപ്പോൾ തന്നെ നിങ്ങൾ എനിക്കൊരു പരിഗണന നൽകി കഴിഞ്ഞു. ആ പരിഗണന മതി എന്ന് എനിക്ക്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലുമുണ്ട് ഇങ്ങനെ ചിലർ. പണമോ പദവിയോ അല്ല, മറിച്ച് പരിഗണന മാത്രം ആഗ്രഹിക്കുന്നവർ. ആ പരിഗണന പണത്തേക്കാൾ മൂല്യമുള്ളതാണ് എന്ന് നാം തിരിച്ചറിയണം. സ്നേഹത്തോടെയുള്ള ഒരു വാക്കും ഒരു ചെറു പുഞ്ചിരിയും മതി പലർക്കും ആശ്വാസമേകാൻ. നമ്മളുടെ പെരുമാറ്റം മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരട്ടെ.